ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൽ നമ്മുടെ നിധിയുടെയും സുധീഷിന്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നിൽക്കണു. പിന്നെ നമ്മുടെ നിധിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സുധീഷ് എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അങ്ങനെ നമ്മുടെ നിധി പിറ്റേ ദിവസം ജോലിക്കായിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവർ റോഡിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം നമ്മുടെ നീതുവിന്റെ ആങ്ങള അഖിലുണ്ടല്ലോ, അഖില് കൂട്ടുകാരും ഒത്ത് നിൽക്കുകയാണ്. ഇതിനു മുന്നേ ഒന്ന് നമ്മുടെ നിധിയുടെ കൂടെ ഒന്ന് അവൻ ഇടഞ്ഞതാണ്. പക്ഷെ അന്ന് നിധി കാരണം നമ്മുടെ നികേഷ് അത് വീട്ടിൽ പറഞ്ഞില്ല. കാരണം അതിലും വേറെ കാര്യമുണ്ട്. ഇടഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ സുധീഷൊക്കെ വന്ന് അടി ഉണ്ടാക്കി അത് അതിൽ നിന്നും പ്രശ്നവും പോലീസ് കേസാവും. ഒന്നാമത് നമ്മുടെ സുധീഷിന്റെ ലൈസൻസ് വാങ്ങി 1 മാസത്തേക്ക് പോലീസ് വെച്ചിരിക്കണം. ഇനിയിപ്പോ ഒരു പോലീസ് കേസും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കുറച്ചും കൂടെ ഗുരുതരമാകും എന്നുള്ളത് കൊണ്ടാണ് അന്ന് നികേഷിനെ കൊണ്ട് പറയിപ്പിക്കാണ്ടിരുന്നത്. അങ്ങനെ ഇന്ന് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ നമ്മുടെ അഖില് പതുക്കെ 5 ആണുങ്ങളുള്ള വീട്ടിൽ ഈ 5 ആണുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നെ അഞ്ജലി ഞാൻ വിളിക്കൂ. അഞ്ജലി അഞ്ജലി. അപ്പൊ ആ ബസ് സ്റ്റോപ്പിൽ വേറെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നിധി ഇവനൊന്ന് നോക്കി, കാരണം ഇവനൊന്ന് ചൊറിയാൻ വരുന്ന ടൈപ്പ് ആണല്ലോ. അപ്പൊ അഞ്ജലി, അതെ നിനക്ക് ഞാൻ അഞ്ജലി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖില് പറയാണ്, 5 ആണുങ്ങളുള്ള വീട്ടിൽ നിൽക്കുന്നവളല്ലേ, നിന്നെ ഞാൻ സമ്മതിച്ചു നിൽക്കുന്നു അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിധിക്ക് ഇൻസൾട്ട് ആകുന്ന രീതിയിൽ ഈ അഖില് വലിയ ഡയലോഗ് അടിക്കുന്നു. അപ്പൊ അതനുസരിച്ച് ചിരിക്കാനായിട്ട് അഖിലിന്റെ കൂട്ടുകാരും. നിധിക്ക് വല്ലാത്തൊരു വിഷമമായി. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് നിധീനെ. അവന്മാരിങ്ങനെ കമന്റ് പറഞ്ഞ് ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ, ആരും ഒന്നും മിണ്ടില്ല. നിധിക്ക് വല്ലാത്തൊരു പ്രയാസമായി. നിധി നേരെ വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലുള്ള ചന്തു കാണേണ്. ചന്തു അപ്പൊ തന്നെ വിട്ട് ഹരീഷിന്റെ അടുത്ത് ചെല്ലാണ്, വർക്ക്ഷോപ്പിൽ ചെന്ന് കാര്യം പറയാണ്. ആ സമയം നമ്മുടെ നിധി നേരെ കിളിക്കൂടിലെത്തിയപ്പോ അവിടെ സുഭാഷ് ഉണ്ട്, സുധീഷ് ഉണ്ട്, നികേഷ് ഉണ്ട്. അപ്പൊ നിധി പെട്ടെന്ന് വന്ന് സങ്കടപ്പെട്ട് അങ്ങ് ഇരുന്ന്. അപ്പൊ അവരൊക്കെ ചോദിച്ചു, എന്തു പറ്റി നിധി, എന്താ നീ പോയിട്ട് തിരിച്ചു വന്ന് പറ മോളെ. സുഭാഷ് ചോദിക്കണം, എന്താ മോളെ, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും വല്ലതും പറഞ്ഞോ ചെയ്തോ. അപ്പം നിധി കാര്യം പറയണ്, നീതുവിന്റെ ആങ്ങള അഖില് എന്നെ കളിയാക്കിയെന്ന് പറയും. സുധീഷ് വിടുവോ തന്റെ ഭാര്യനെ ഒരുത്തനോ അങ്ങനെ കളിയാക്കാനോ വിട്ടുകൊടുക്കോ? അവന്റെ അന്ത്യം കുറിച്ചു സുധീഷ്. അപ്പൊ തന്നെ നിധിയുടെ കൈ പിടിച്ചിട്ട് എണീറ്റ് വന്നേ, ഇവിടെ വാന്ന് പറയും. സുഭാഷും നികേഷും സുധീഷും കൂടെ നിധീനെയും കൊണ്ട് ഇറങ്ങിയാണ് കവലവരെ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, നികേഷേ നീ വരണ്ട, നീ ഇവിടെ നിൽക്കുക. അതെ സുഭാഷേട്ടനൊന്നും മിണ്ടാതിരി. ഇതിന് മുമ്പും നിധിയേട്ടത്തിനെ ബസ് സ്റ്റോപ്പിലിട്ട് അവനൊക്കെ ചൊറിയാൻ വന്നതാ. അന്ന് ഈ നിധിയേട്ടത്തി ഒരാൾ കാരണം ഞാൻ വീട്ടിൽ വന്ന് പറയാതിരുന്നത്. നീ എന്തൊക്കെയാ നികേഷ് ഈ പറയണത്? നിധി ഇതിന് മുന്നേയും അഖില് കളിയാക്കിയോ? എന്താ സംഭവിച്ചത്? അപ്പൊ സുധീഷ് ചോദിക്കണം, നീ എന്നിട്ട് എന്താണ് വീട്ടിൽ പറയാത്ത? അത് നിധിയേട്ടത്തി കാരണം, നിധിയേട്ടത്തിയാ പറയണ്ടെന്ന്. അപ്പോഴേക്കും സുധീഷിന് നിധീനെ ഒന്നൊരു നോട്ടം നോക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല, നേരെ പോവേണ്. അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അഖിൽ അങ്ങനെ ബൈക്കിൽ ഇരുന്ന് ചിരിച്ച് മറിയാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിക്കും, ഇതിൽ ഏതവനാടി നിന്നെ കളിയാക്കിയെന്ന് എന്ന് ചോദിക്കും. അപ്പൊ നിധി കൈ ചൂണ്ടിയിട്ട് പറയും, ദേ അവൻ എന്ന് പറയും. പിന്നെ ഒന്നും നോക്കല്ല, നിധിയുടെ കൈ വിട്ടിട്ട് ഒരു മാസ് സിനിമ സ്റ്റൈൽ അടിയാണ് അവിടെ. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. അഖിലിനെ ഓടിക്കൊണ്ടാണ് സുധീഷ് ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും, തെറിച്ച് വീഴാണ്. അപ്പോഴേക്കും അഖിലിന്റെ കൂട്ടുകാരൻ വന്ന് എടാ അഖിലേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ചെന്നിട്ട് അവനെ അവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് അവന്റെ മുതുകത്തിട്ട് അങ്ങോട്ട് പുറം വഴിക്കിട്ട് ഒരൊറ്റ ചവിട്ട്. അവനും വന്ന് വീഴാണ് കേട്ടോ. പിന്നെ അവിടെ നടക്കണ സംഭവം എന്ന് വെച്ചാൽ പൊരിഞ്ഞടിയെന്ന് വെച്ചാൽ അടിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ നികേഷ് പോകുന്ന വഴി തന്നെ ഒരു വടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അഖിലിന് അടിയോടടിയെന്ന് വെച്ചാൽ അടിയോടടിയാണ്. അപ്പോഴേക്കും നമ്മുടെ അഖിലിന്റെ കൂട്ടുകാരൻ നമ്മുടെ സുധീഷിനെ ഒന്ന് പിടിച്ച് തള്ളി വിടുന്നത്, നേരെ ചെന്ന് വീഴുന്നത് ഹരീഷിന്റെ അടുത്താണ്. ഹരീഷ് സുധീഷ് ചേട്ടാന്നും പറഞ്ഞ് എണീക്കും. പിന്നെ ഹരീഷും കൂടെ അങ്ങ് ചേരണ.
പിന്നെ പറയാനുണ്ടോ, നമ്മുടെ അഖിലിനെ അടിച്ച് വാരി പീരുത്ത് ഒരു പരുവത്തിൽ അങ്ങ് എത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നികേഷ് വന്നിട്ട് ചോദിക്കും, എടാ എന്റെ ഏട്ടത്തിയോട് ഇനി നീ ഇങ്ങനെ കാണിക്കൂടാന്ന് ചോദിക്കും. എന്നിട്ട് ആ നികേഷും കൊടുക്കുകയാണ്. സുധീഷ് അടിച്ച അഖിലിന്റെ പരിപ്പ് ഇളക്കിയിട്ട് കൊണ്ടുവന്ന് നിധിയുടെ മുമ്പിൽ നിർത്തും. എടാ എന്റെ ഭാര്യയുടെ നേരെ നോക്കാനോ കൈ ചൂണ്ടാനോ ഇനി നീ നീ ജീവനോടെ ഉണ്ടാവത്തില്ലടാന്ന് പറഞ്ഞു സുധീഷ് മാപ്പ് പറയടാ, അവളുടെ അടുത്ത് മാപ്പ് പറയാൻ പറയും. അപ്പോഴേക്കും ഞാൻ നിന്നെ ഒന്നിനും പോവില്ല ഏട്ടാ, ഒന്നിനും പോവില്ല, എന്നെ വിട്ടേരേന്നൊക്കെ പറഞ്ഞ് അഖില് കിടന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവസാനം അടിയെന്ന് വെച്ചാൽ അടിയോടടി. ഈ സമയം നമ്മുടെ സൈക്കിളിൽ നമ്മുടെ ഭാസ്കരൻ വരെയാണ്. ഭാസ്കരൻ വരുമ്പോൾ നിധിയും തന്റെ പിള്ളേരും ഒക്കെ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഭാസ്കരൻ ചോദിക്കും, എന്താ മോളെ? ഭാസ്കരൻ സൈക്കിളൊക്കെ അങ്ങോട്ട് എവിടെ സൈഡിൽ കൊണ്ടൊക്കെ ഇടുകയാണ്. എന്താ മോളെ സംഭവിച്ചു? അപ്പോഴേക്കും നിധി പറയും, എന്നെ ഇന്ന് രാവിലെ അവന്മാര് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി, അഞ്ജലി എന്നും 5 ആണുങ്ങളുള്ള വീട്ടിലുള്ള നിന്നെ അഞ്ജലി എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ്. എടാ നാറികളെ, ഒരു പെങ്കൊച്ചിനെ റോഡിലിട്ട് ബസ് സ്റ്റോപ്പിലിട്ട് കളിയാക്കുമ്പോ നീയൊക്കെ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുകയല്ലേടാന്ന് പറയും. എന്നിട്ട് ഭാസ്കരൻ മതിയായ കല്ല് പിറക്കി അഖിലിന്റെ കൂട്ടുകാരന്മാരെ എറിയാണ്. എടാ പെമ്പിള്ളരെ വഴി നടത്തിക്കുള്ളല്ലേടാ നാറികളെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ കല്ല് പിറക്കി എറിയോടെറിയ. അവസാനം ഒരു രക്ഷയില്ല അഖിലിനും കൂട്ടുകാർക്കും. അവന്മാർ അവിടെ നിന്ന് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അമ്മ അതിൽ അടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞടിയായിരുന്നു. അഖിലിന് നല്ല കീറും കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ചതവും മുറിവും ഒക്കെ കിട്ടിയിട്ടുണ്ട്, എറിയും കൂടെ കിട്ടി. അഖില് ഓടേന്. അപ്പൊ ഈ സമയം നമ്മുടെ നീതു വീട്ടിൽ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ എപ്പം നോക്കിയാലും ടി വി കാണില്ല. ഓഹോ, ഇപ്പൊ ടി വി കാണാനും എനിക്ക് പറ്റൂലേ, പെർമിഷൻ ഇല്ലേ അമ്മ വല്ലാത്ത കഷ്ടം കേട്ടോ അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ എന്റെ പുറകെ ഇങ്ങനെ നടക്കണേന്ന് പറഞ്ഞുകൊണ്ട് നീതു അമ്മേടെ അടുത്ത് ഒച്ചയെടുക്കാനുണ്ടോ. ആ സമയത്ത് നമ്മുടെ അഖില് ഇടിയും കിട്ടി അരഞ്ഞ് കലക്കി കണക്ക് വന്നൊക്കെയാണ്. എന്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ, എന്താ മോനെ നിനക്ക് പറ്റിയത്? എടാ നീ വണ്ടിന്ന് വീണോടാ, എന്താ മോനെ പറ മോനെ, നിനക്ക് എന്താ പറ്റും? അപ്പൊ ചന്ദ്രനും ചോദിക്കണ്, എടാ അഖില ഇത് എന്താടാ, എന്താ മുറിവൊക്കെ? അവരാകെ പേടിച്ചു, നീതുവും പേടിച്ചു. നീതു അപ്പൊ തന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരെയാണ്. അങ്ങനെ അവസാനം അഖിൽ ഒരിടത്ത് ഇരിക്കണം, അഖിലിന് സംസാരിക്കാൻ പോലും പറ്റില്ല, ആകെ ഇടികൊണ്ട് ചതഞ്ഞ അവശതയായിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ അഖില് പറയണ്, ദേ എവളൊറ്റ ഒരുത്തി കാരണം ഇന്ന് എനിക്ക് ഈ ഇത് കിട്ടി, ഈ അവസ്ഥയിൽ ഞാൻ എത്തിയെന്ന് പറയാം. അവളോ? നീ വണ്ടിയിൽ നിന്ന് വീണേനോ? പിന്നെ ഞാൻ ബൈക്കിൽ നിന്ന് വീണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? എനിക്ക് ബൈക്കൊക്കെ ഓടിക്കാൻ എനിക്കറിയാം. ഇത് എവളുണ്ടല്ലോ, എവളെ മറ്റവൻ ആ ഹരീഷ് തെണ്ടി വർക്ക്ഷോപ്പിലാ, ആ തെണ്ടി അവളെ ചേട്ടന്മാരും കൂടെ ചേർന്ന് എന്നെ ചതച്ചതാന്ന് പറയും. ദേ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട കേട്ടോ. നീ എന്ത് ആവശ്യമില്ല, വല്ലവരുടെയും കയ്യിൽ നിന്ന് അടി ഇടി മേടിച്ചിട്ടേ ഹരീഷിന്റെ പേര് പറയാനൊന്നും നിൽക്കണ്ട. പേര് പറയാൻ നിൽക്കണ്ടേന്നോ? അവനൊക്കെ ഇത്ര എണ്ണം 4 ഗുണ്ടകൾ വന്ന് എന്നെ ഒറ്റയ്ക്ക് നേരിട്ട് എനിക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ? ഓ എന്റെ മോനെ കൊല്ലാറാക്കി ഈ നാശങ്ങള്, യവന്മാരെ കാരണം ജീവിക്കാൻ നിവർത്തിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നീതുവിന്റെ അമ്മ ഭയങ്കര കടച്ചില്. ചന്ദ്രൻ പറഞ്ഞു, എടാ മോനെ വാ നമുക്ക് ആശുപത്രിയിൽ പോവാം, അച്ഛൻ ഒന്ന് മാറിക്കെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും നീതു പറഞ്ഞതേ, വല്ലവരെയൊന്നും കടി കിട്ടിയിട്ട് അവരെ പേരിലൊന്നും ചുമത്താൻ നീ നിൽക്കണ്ട. എടി നിന്നെ ഉണ്ടല്ലോ മറ്റവളെന്ന് പറഞ്ഞിട്ട് അതിൽ തല്ലാനായിട്ട് കൈ ഓങ്ങയാണ്. അപ്പോഴേക്കും നീതു മാറി നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ, മാറിപ്പൊടി, നീ കാരണം എന്റെ കൊച്ചു ചാവാറായത്, നിന്നെ ഞാനുണ്ടല്ലോ യവന്മാരെയൊന്നും ഞാൻ ഇന്ന് വെറുതെ വിടൂല, നീ കണ്ടോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, ഒരുത്തന്മാരെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് നീതുവിന്റെ അമ്മ കിടന്ന് ചാടേനെ കേട്ടോ. എന്നിട്ട് നീതുവിന്റെ അമ്മ മുറ്റത്തോട്ട് ഇറങ്ങി അയൽവക്കക്കാരെയൊക്കെ വിളിച്ചങ്ങോട്ട് കൂട്ടിട്ട് പറ, അയ്യോ നിങ്ങൾ എല്ലാരും ഓടി വായോ, എന്റെ മോനെ കൊല്ലാറാക്കിയെന്ന്. അപ്പൊ അവരൊക്കെ ഓടി വരും. അപ്പൊ അതിലൊരു ചേച്ചി നോക്കി, അയ്യോ ഇത് എന്നാ പറ്റിയ, അഖിലിന് എന്നാ ചേച്ചി പറ്റിയത്? അതെ ആ ഭാസ്കരൻ അവന്റെ മക്കളുകൾ ചേർന്ന് എന്റെ മോനെ തല്ലി ചതച്ചതാ. അപ്പോഴേക്കും അതിൽ ചേച്ചി ചോദിക്കും, അല്ല ആ ഗുണ്ടകളെ വീടുമായിട്ട് അഖിലിന് എന്താ ബന്ധം? അഖിൽ അവന്മാരുമായിട്ട് മിണ്ടുവോ? ആ വെറും ഗുണ്ട കുടുംബങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഓരോന്നും പറയാ. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, ഇന്ന് ഞാൻ കാണിച്ചു തരാടി, ഇതിനൊക്കെ കാരണക്കാർ ഈ നിൽക്കുന്നവളാന്നും പറഞ്ഞുകൊണ്ട് നീതുവിന്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് ഓട്ടോ എടുക്കാൻ പറയാം. അങ്ങനെ ചന്ദ്രനും കൂടെ ചേർന്ന് ഒരു ഓട്ടോറിക്ഷയെ കയറിയാണ്. നീതുവിന് എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തവും കിട്ടല്ല കേട്ടോ. ഈ സമയം നമ്മുടെ സുധീഷും അതുപോലെ സുഭാഷും അവരെല്ലാരും അടിയൊക്കെ കഴിഞ്ഞ് നിധിയെയും കൊണ്ട് വീട്ടിലോട്ട് വരെയാണ്. അപ്പൊ നിധിയോട് ചോദിക്കും, അതെ മോള് പോയി റെസ്റ്റ് ചെയ്തോ? അപ്പൊ നിധി പറയും, എനിക്ക് ക്ഷീണമൊന്നുമില്ല സുഭാഷ് ചേട്ടാ, എന്നാലും ഞങ്ങൾ കാരണമല്ലേ മോളെ നിനക്ക് ഈ ബുദ്ധിമുട്ട് വന്ന്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് നിധിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അതെ ഏട്ടത്തി, എന്നോട് ക്ഷമിക്കണേ ഏട്ടത്തി, ഞാൻ കാരണം നിധി ഏട്ടത്തിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന. അയ്യ അതിനെന്താടാ, നീ എന്തൊക്കെയാ ഈ പറയണം? അപ്പോഴേക്കും സുധീഷ് ചോദിക്കും, എടാ ഇങ്ങനത്തെ ഒരു
കുടുംബത്തിലാണല്ലോടാ നീ ചെന്ന് തല വെച്ചു കൊടുത്തത്. എവളാ ഈ അഖിലെന്ന് പറയണവനെ പോലെ തന്നെയാണോടാ ആ നീതു എന്ന് പറയണവളും? ആണോ? നിനക്ക് ഇനി ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് സുധീഷ് പറയണ. അപ്പോഴേക്കും സുഭാഷ് പറയടാ, അതിന് ആ പെങ്കൊച്ച് എന്ത് പഠിച്ചു? അവന്റെ വളർത്തു ദോഷമല്ലേ ആ അന്യ പെൺകുട്ടികളെടുത്ത് ഏത് രീതിയിൽ സംസാരിക്കണമെന്നും അതൊന്നും അവൻ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതിന്റെ പോരായ്മയാണ്. അവന്റെ പോരായ്മ. പക്ഷെ നികേഷേ, സുഭാഷ് പറയും, നീ ഇതിനു മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ നിധി പറഞ്ഞതിന്റെ പേരിൽ നീ അത് ഇവിടെ പറയാതിരുന്നത് തെറ്റായിപ്പോയി. അപ്പൊ സുധീഷ് പറയും, അതെ അതെ, അത് നീ തെറ്റായിപ്പോയി. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രണ്ടാമത് അവൻ ഇവിടെ നിധിയുടെ മുമ്പിൽ വാ തുറക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം കാണാം നമ്മുടെ നീതുവിന്റെ അമ്മയും ചന്ദ്രനും അവരെല്ലാരും കൂടെ പഞ്ചായത്തിലെ പ്രസിഡന്റിനെയൊക്കെ കൂട്ടി വരെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോന്നുള്ളത്. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴേക്കും മെമ്പർ ചോദിക്കും, ഇവിടെ ആരും ഇല്ലേടാന്ന് ചോദിക്കും. അപ്പൊ സുഭാഷ് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കും, അല്ല സാറേ എന്താ നിന്റെ സാറ്, എടാ ഈ ചെറുക്കൻ എന്തിനാടാ നീയും നിന്റെ അനിയന്മാരും കൂടെ ചേർന്നിട്ട് തല്ലി ചതച്ചത്? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ നീയൊക്കെ ഗുണ്ടാ വിളയാട്ടോ, ഈ നാട്ടിലൊന്നും അത് പറ്റൂലെന്ന് പറഞ്ഞാൽ അയാൾ വലിയ മാസ് ഡയലോഗ് അടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് വന്നിട്ട് പറയും, അതെ, പെൺകുട്ടികളെ വഴി നടക്കാൻ ആദ്യം അനുവദിക്കണം. ഈ വീട്ടിലെ പെൺകൊച്ചിനെ അവനെ ചൊറിയാൻ ചെന്നു, അതിൻ്റെതാ ഞങ്ങളങ്ങ് കൊടുത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, അതെ, അനാവശ്യം എന്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, നീയും നിന്റെ അനിയന്മാരും ഒക്കെ ഗുണ്ടകളാണെങ്കിൽ അത് വേറെ വല്ലതും കാണിച്ചോണം, എന്റെ ചെറുക്കന്റെ മെക്കിട്ട് കയറാൻ നിൽക്കില്ല. ചന്ദ്രനും വിട്ടുകൊടുത്തില്ല നീതുവിന്റെ അച്ഛനും, അതുപോലെ തന്നെ ചന്ദ്രനും പറയാണ്. അവസാനം നീതുവിന്റെ അമ്മ പറഞ്ഞു, അതെ, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പം വരൂടാ പോലീസ്, ഒരു തീരുമാനം എത്തിക്കാന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് വന്നിട്ട് പറയാം, പിന്നെ കണ്ട പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കാണ്ട് കളിയാക്കി അവരെ ചൊറിയാൻ ചെന്നിട്ടേ ഞങ്ങള് കേസ് കൊടുത്താൽ നിങ്ങളുടെ മോനൊക്കെ ഉണ്ടല്ലോ പുറലോകം കാണൂല എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ ഇടാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക്. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി പോലീസ് വരെയാണ്. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പോഴേക്കും നമ്മുടെ നീതു വെളിയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ നികേഷ് പറഞ്ഞു, ഏട്ടത്തി ഇവിടെ നിൽക്കുക, അവര് സംസാരിച്ചോളൂന്നും പറഞ്ഞ് നികേഷ് വിട്ടില്ല കേട്ടോ. ആ സമയം പോലീസുകാർ ചോദിക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയാം, സാറേ എന്റെ ഭാര്യ റോഡിൽ കൂടെ പൊക്കോണ്ടിരുന്നപ്പോ എവന്റെ കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യും കളിയാക്കി ഒക്കെ ചെയ്തു, അതിന്റെ പേരിൽ ഞങ്ങൾ ചോദിക്കാൻ പോയെന്ന് പറയാം. ആണോടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിക്കാം. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ ഒന്നും മിണ്ടിയില്ല എന്നും പറഞ്ഞ് അഖില് പറയാനൊക്കെ നിൽക്കോട്ടോ. അപ്പൊ നമ്മുടെ നിധിക്ക് ഇറങ്ങി പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ നീതുവിന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് നമ്മുടെ ആരാണ് ഹരീഷിനെ വിളിക്കുകയാണ്. അപ്പൊ ഹരീഷ് കോളൊന്നും എടുത്തില്ല. എന്നിട്ട് നേരെ നമ്മുടെ നീതു വർക്ക്ഷോപ്പിലോട്ട് ഹരീഷിനെയും തേടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചന്തു അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ചന്തുവിനോട് നമ്മുടെ നീതു ചോദിക്കാണ്, അല്ല ഇന്ന് ഹരീഷേട്ടൻ വന്നില്ലെന്ന് ചോദിക്കണം. അപ്പൊ ചന്തു പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല, അറിഞ്ഞില്ല പ്രശ്നങ്ങളൊക്കെ. അതെ, വീട്ടിലെന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല, അഖില കുറെ അടിയിടിയും കൊണ്ട് വന്നിട്ടുണ്ട്, ഹരീഷേട്ടന്റെ ഏട്ടന്മാരെ തല്ലിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. അപ്പോഴേ ചുമ്മാതെ തല്ലിയല്ല, അവിടത്തെ പെങ്കൊച്ചിനെ ആവശ്യമില്ലാത്ത പറഞ്ഞ് കളിയാക്കി അവർ ഏതാണ്ടൊക്കെ പറയാൻ പറ്റുന്നു, ഞാൻ കണ്ണാലെ കണ്ടെന്ന് പറയും ചന്തു. എന്ത് പറഞ്ഞു? അപ്പോഴാണ് നീതു കാര്യങ്ങളൊക്കെ അറിയണത്. അതായത് സുധീഷേട്ടന്റെ ഭാര്യയായ നിധിയെ നമ്മുടെ അഖിലും കൂട്ടുകാരും കൂടെ ചേർന്ന് എന്തോ അഞ്ജലിയെന്നോ 5 ആണുങ്ങൾ നിൽക്കണ വീട്ടില് നിനക്ക് നിൽക്കണവളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളിയാക്കിയെന്ന്. അതിനെ തുടർന്ന് അത് അറിഞ്ഞിട്ട് അവര് മിണ്ടാതിരിക്കുകയൊന്നുമില്ല. അങ്ങനെ അവർ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ചെന്നതാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നീതു, എവന് എന്തിന്റെ കേടാ, എവനെ എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നീതു പറഞ്ഞു, ചന്തു ഒന്ന് ഹരീഷിനെ വിളിച്ചു തരാവോ എന്ന് പറഞ്ഞു. അത് എൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പൊ നേരത്തെ ഹരീഷിനെ വിളിച്ചെങ്ങനെ, അത് അമ്മ തിരക്കിനിടയിൽ ഫോൺ അവിടെ വെച്ചിട്ട് പോയപ്പോ അതിൽ നിന്ന് എടുത്ത് വിളിച്ചതാ, നീ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ചന്തു പറഞ്ഞു, ഇപ്പൊ ഹരീഷേട്ടനെ ഞാൻ വിളിച്ചുള്ളൂ, എടുത്തില്ല, ഹരീഷേട്ടൻ നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കും, അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല, നീ വിളിച്ചു തരണ്ടടാ, കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നീതു പിണങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഏകദേശം നാളെ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിന്റെ പ്രൊമോ എന്താണെന്ന്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കാണുക, നിങ്ങളുടെ കമന്റ്സ് വരിക, ലൈക്കും ഹൈപ്പും മറന്നു പോരുത്. അപ്പം നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്